അടുത്തത് മകരക്കൂറാണ്. കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിലുള്ള നാമം. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദവും തിരുവോണവും അവിട്ടത്തരയും, അവിട്ടത്തിൻ്റെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ജോലി സംബന്ധമായിട്ട് ചില കൂടുതൽ അധികാരങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. വാക്ക് മൂലമുള്ള ചില ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തൻ്റെ വാക്ക് കൊണ്ട് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ പറയേണ്ടി വരിക, അഥവാ അവർക്കതൊരു ഫീലിംഗ് ഉണ്ടാകുക, അതുമൂലമുള്ള ചില സംഘർഷങ്ങളോ എതിർപ്പുകളോ ഉണ്ടാവുക, ഇതൊക്കെ ഉണ്ടാകാൻ ജോലിയിലോ അവനവൻ്റെ കരിയറിലോ പ്രൊഫഷനിലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വേണ്ടത്ര നിയന്ത്രിക്കേണ്ടതാണ്. ധനം സംബന്ധമായിട്ട് വരുമാന വർധനവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതര വരുമാനങ്ങളും സ്ഥിരമായിട്ടുള്ള വരുമാനങ്ങൾ കൂടാതെ ഇതര വരുമാനങ്ങളാൽ ധനാപുഷ്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യം സംബന്ധിച്ച് രോഗങ്ങളുണ്ടാകാൻ സാധിക്കും, അത് ഉണ്ടായേക്കാം. നേത്രരോഗങ്ങളും തലവേദന മുതലായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അത് സംബന്ധിച്ച രോഗങ്ങളുള്ളവർക്ക് അത് കുറച്ചൊന്ന് മൂർച്ഛിക്കാൻ, കൂടുതലാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ പിതാവുമായിട്ട് ഉള്ള അഭിപ്രായ ഭിന്നത അത് ഒരുപക്ഷെ വഴക്കിലേക്ക് പോലും കലാശിച്ചേക്കാം. അങ്ങനെ ഉള്ളത് പിതൃവ്യരായിട്ടുള്ള ആൾക്കാർ, പിതാവ്, പിതാമഹൻ മുതലായിട്ടുള്ളവർ, അവരുടെ സഹോദരന്മാർ ഒക്കെ ആയിട്ടുള്ള ചില തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കഴിയുന്നത്ര നിയന്ത്രിക്കേണ്ടതാണ്. അത് കുടുംബാന്തരീക്ഷം ശിഥിലമാക്കാൻ പര്യാപ്തമാകുന്നതാണ്. പരിഹാരമായിട്ട് ശാസ്ത്രപ്രീതി തന്നെയാണ്. ശാസ്താവിന് എള്ള് പായസം മുതലായിട്ടുള്ളവ സമർപ്പിക്കുക. അവിടെ പ്രദക്ഷിണാദികളും ആലിന് പ്രദക്ഷിണം വയ്ക്കുന്നതും ഒക്കെ സൽഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്.